വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പ്രഗ്നൻസി ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചും എൻ്റെ സെക്കൻഡ് ബർത്തിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോകുന്നത്. ഇടണമെന്ന് ആഗ്രഹിച്ചൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു, പക്ഷെ അത് ഇടാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതന്നെ ആയിരിക്കട്ടെ, അതല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിക്കട്ടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് എന്താ പറ്റിയതെന്നും എല്ലാ കാര്യങ്ങളും മിക്ക കാര്യങ്ങളും എന്നെ അറിയുന്നവർക്കറിയാം. പക്ഷെ അറിയാത്ത കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ ഇങ്ങനൊരു കണ്ടീഷൻ പ്രഗ്നൻസി ഉണ്ട് എന്ന് അറിയാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി ഉപയോഗമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. കാരണം എനിക്ക് വന്ന ഹെൽത്ത് ഇഷ്യൂ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ. എന്നെ അറിയുന്നവരും ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന് കേൾക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയതുകൊണ്ട് ഒരു നല്ല ഒരു ഇൻഫർമേഷൻ ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നാച്ചുറൽ പ്രഗ്നൻസി ആയിരുന്നു. വേറെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളോ ഒന്നും 8 മന്ത് വരെ ഉണ്ടായിരുന്നില്ല. പക്ഷെ തേർഡ് മന്ത് സ്കാനിങ്ങിൽ, അതായത് കുട്ടിക്ക് വളർച്ചയല്ല ഡൗൺ സിൻഡ്രോം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു റിസ്ക് കാണിച്ചു സ്കാനിങ്ങിൽ. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, എൻ്റെ ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാം. ബ്ലഡ് ടെസ്റ്റ് അതായത് ഏകദേശം അത് ഡൗൺ സിൻഡ്രോത്തിന് റിസ്ക് കൂടുതലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 3rd മന്ത് സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്തു. ബ്ലഡ് ടെസ്റ്റിൽ അതായത് ഡൗൺ സിൻഡ്രോത്തിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല, കുട്ടിക്ക് യാതൊരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നൊരു കണ്ടീഷൻ പ്രഗ്നൻസി ടൈമിൽ വരാൻ ചാൻസസ് കൂടുതലാണ്. അപ്പോൾ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഡ്യൂറിങ് പ്രഗ്നൻസി ആണ് ഈ പ്രീ എക്ലാംഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ചാൻസ് കൂടുതലാണെന്ന് കാണിച്ചു. അപ്പോൾ എന്നാണ് ടെസ്റ്റ് റിസൾട്ട് വന്നത് അന്ന് തൊട്ട് നമ്മൾ മെഡിസിൻ എടുക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട്, അതായത് പ്രഷർ കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് 3, 4, 5, 6 ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഓരോ മന്ത് കിടക്കുമ്പോൾ, ഓരോ മാസം, അതായത് ഫസ്റ്റ് മന്ത് സെക്കൻഡ് മന്തിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഉറങ്ങാൻ പറ്റില്ല. അതായത് രാത്രി ഉറങ്ങി 1 മണി 2 മണിയാവുമ്പോൾ സ്വിച്ച് ഇട്ട പോലെ എഴുന്നേക്കും. പിന്നെ ഉറങ്ങാനും പറ്റില്ല, ഉറക്കവും വരില്ല, വെറുതെ ഇങ്ങനെ കണ്ണുറന്ന് കിടക്കേണ്ടി വരും. അങ്ങനെ കുറച്ച് ദിവസം അങ്ങനെ പോവും. കഴിഞ്ഞ് പിന്നെ നോർമലായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റും, ഉറങ്ങിക്കഴിഞ്ഞ് രാവിലെ എഴുന്നേക്കാം, അങ്ങനത്തെ രീതിയാവും. പിന്നെ അടുത്ത മാസം ആകുമ്പോൾ വീണ്ടും ഇതേപോലെ ആദ്യത്തെ 2-3 ദിവസം, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഉറക്കമില്ലാണ്ട് ഈ വെളുപ്പിന് 2 മണിക്കൊക്കെ എഴുന്നേറ്റിരിക്കുക. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുക. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഞാൻ ഉറങ്ങും, പിന്നെ രാവിലെ എഴുന്നേൽക്കും. അങ്ങനെ ആയിരുന്നു എൻ്റെ റൂട്ടീൻ എന്ന് പറയുന്നത്. അതാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്. എൻ്റെ ഉറക്കക്കുറവ് തന്നെയാണ്. ഇതെല്ലാവർക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഈ ഉറക്കം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യും, ഒരു ദിവസം 2 മണിക്ക് എഴുന്നേറ്റുന്ന ഞാൻ പിന്നെ ഉറങ്ങാണ്ട് പിന്നെ രാത്രി ആവുമ്പോൾ ഉറങ്ങും. അപ്പോൾ കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റും, സാധാരണ പോലെ ആവും. കുട്ടിക്ക് വെയിറ്റ് കുറവോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് അതായത് പല്ല് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ സാധാരണ ചിലർക്ക് നമ്മുടെ ഡെന്റൽ പ്രോബ്ലംസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ അത് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു പല്ല് ഭയങ്കരമായിട്ട് കേടായിട്ട് ഭയങ്കര വ്യക്തമായ വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ 8 മന്ത് പകുതിയായപ്പോൾ എനിക്കൊരു സ്കാനിങ് പറഞ്ഞു. സ്കാനിങ്ങിൽ ചെന്നപ്പോൾ നോക്കിയപ്പോൾ യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ല. പിന്നെ കുട്ടിക്ക് വെയിറ്റും വെക്കുന്നില്ല. പക്ഷെ എനിക്ക് വെയിറ്റ് വെക്കുന്നുണ്ട്, കുട്ടിക്ക് വെയിറ്റ് വെക്കുന്നില്ല. അമ്നോട്ടിക് ഫ്ലൂയിഡിന്റെ കുറവ്, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അന്ന് സ്കാനിങ്ങിൽ കണ്ടു.
അപ്പോൾ പിന്നെ ഞാനപ്പോൾ ഡോക്ടറിനോട് അങ്ങോട്ട് പറയുകയും ചെയ്തു, എനിക്ക് ഈ പല്ലുവേദന ഭയങ്കര പ്രശ്നമുണ്ട്, അപ്പോൾ എനിക്കത് എടുത്തു കളയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് എന്തായാലും എടുത്തു കളഞ്ഞു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇന്ന് എടുക്കേണ്ട, കാരണം ആ ദിവസം ഞാൻ സ്കാൻ ചെയ്ത ദിവസം എടുക്കണ്ട, കാരണം അന്ന് ഹൈ പ്രഷർ ആയിരുന്നു എനിക്ക്. അപ്പം അന്ന് എടുക്കേണ്ട, പിറ്റേ ദിവസം എൻ്റെ അടുത്ത ദിവസം ഞാൻ പ്രഷർ ചെക്ക് ചെയ്തിട്ട് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ അപ്പോൾ ഈ കുട്ടിക്ക് വെയിറ്റ് കുറവും അമ്നോട്ടിക് ഫ്ലൂയിഡിന്റെ കുറവൊക്കെ കാരണം എനിക്ക് കുറെ പൗഡറും കാര്യങ്ങളും തന്നു. അന്നോട്ട് ഭയങ്കര തീറ്റയായിരുന്നു, പഴവും മുട്ടയും പാലും ഒക്കെ കൂടി കുത്തിക്കിട്ട് എങ്ങനെങ്കിലും ഒന്ന് വെയിറ്റ് വെക്കണേന്ന് വിചാരിച്ച് എല്ലാം കഴിക്കാൻ തുടങ്ങി, വാരി വലിച്ച് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സ്കാനിങ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ പ്രഷർ നോക്കിയപ്പോൾ പ്രഷർ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നേരെ പോയി കൊടുങ്ങല്ലൂർ പോയിട്ട് ഞാൻ എൻ്റെ പല്ല് പറിച്ചു കളഞ്ഞു, ഒരാശ്വാസം കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് 2 ആഴ്ച കൂടുമ്പോൾ എന്നോട് ചെല്ലാൻ പറഞ്ഞു. 2 ആഴ്ച കൂടി ചെന്നു, എനിക്ക് തോന്നുന്നു നവംബർ 30-ാം തീയതി തോന്നുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രഷർ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, 120-180 ആയിട്ടുണ്ട്. പക്ഷെ വെയിറ്റ് എനിക്ക് വെക്കുന്നുണ്ടെങ്കിലും കുട്ടിക്ക് വെയിറ്റ് അങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ നമുക്ക് 4-ാം തീയതി ഒന്നും കൂടി വരാം, ഇനി ഒരു 2-3 ദിവസം ഇടപെട്ടിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ 4-ാം തീയതി ചെന്നു. 4-ാം തീയതി ചെന്നപ്പോൾ എൻ്റെ മൂവ്മെന്റ് ചെക്ക് ചെയ്യാൻ, കുട്ടിയുടെ മൂവ്മെന്റ് ചെക്ക് ചെയ്യാൻ ചെന്നു. ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല, വലിയ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 4-ാം തീയതി പോന്നു. 7-ാം തീയതി ഒന്നും കൂടി വരാൻ പറഞ്ഞു. 7-ാം തീയതി ചെന്നപ്പോൾ ഹൈ പ്രഷർ അപ്പോൾ എന്നോട് മൂവ്മെന്റ് ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല, പക്ഷെ ഹൈ പ്രഷറിന്റെ കാരണം എന്നോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാനവിടെ റെസ്റ്റ് എടുത്തു. ഇല്ല, എന്റെ കഴിഞ്ഞ് കയറുന്നവരൊക്കെ ഇറങ്ങി മൂവ്മെന്റ് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്, ഞാൻ മാത്രം അവിടെ ഇരിക്കുന്നു. പ്രഷർ ചെക്ക് ചെയ്തു. അവരെനിക്ക് 2-3 ഗുളിക, മാമിനോട് ചോദിച്ചിട്ട് 2-3 ഗുളിക തന്നു, പ്രഷർ കുറയുമെന്നറിയാൻ. പക്ഷെ പ്രഷറിന് കുറവൊന്നുമില്ല. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവരെന്നോട് എനിക്ക് വീണ്ടും വേറൊരു മരുന്ന് മാറ്റി തന്നു. അതും കഴിച്ചിട്ട് യാതൊരു കുറവില്ല. അപ്പം എന്നോട് പറഞ്ഞു ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ എന്നും പറഞ്ഞു. ഇന്ന് തന്നെ സി സെക്ഷൻ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ വീട്ടുകാരായിട്ട് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ഇവരെന്നോട് പ്രഷർ കുറയാൻ വേണ്ടിയിട്ട് ഇവരെന്നോട് പുറത്ത് പോയിട്ട് അവരോടൊക്കെ സംസാരിച്ചിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്റെ പ്രഷർ മാത്രം കുറയുന്നില്ല. ഞാൻ എന്നാൽ എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല, ഞാൻ എൻ്റെ മൈൻഡ് ഫ്രീ ആണ്, എനിക്ക് യാതൊരു പ്രശ്നമില്ല, പക്ഷെ പ്രഷർ മാത്രം കുറയുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. മാം വൈകിട്ട് ഇത് കഴിഞ്ഞിട്ട് വരും, OP കഴിഞ്ഞിട്ട് വരും, അപ്പം നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ മാം അത് കഴിഞ്ഞ് ഇവർ ഏകദേശം ഉറപ്പിക്കാൻ തുടങ്ങി, എന്തായാലും ചെയ്യേണ്ടി വരുമെന്ന് ഉറപ്പിക്കാൻ തുടങ്ങി. എന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തു തന്നു. അതിന് മാം വന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് തലവേദന ഒന്നുമില്ല? ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആണോ പറഞ്ഞിട്ട് എൻ്റെ പ്രഷർ ചെക്ക് ചെയ്തപ്പോൾ പ്രഷർ വീണ്ടും ഹൈ. അപ്പോൾ പറഞ്ഞു അന്ന് നമുക്ക് ഇന്ന് തന്നെ ചെയ്യാം, ഇനി എന്തായാലും റിസ്ക് എടുക്കണ്ട, പ്രഷർ കുറവൊന്നും കാണിക്കുന്നില്ല, ഇന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ അതിനുള്ള ഫണ്ടൊന്നും നമ്മൾ വെറുതെ ഒരു ചെക്കപ്പിന് പോയതാണല്ലോ, നമ്മൾ അതിനുള്ള ഫണ്ടോ കാര്യങ്ങളോ ഒന്നും കരുതിയിരുന്നില്ല. ഹസ്ബൻഡ് ഓക്കെ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ചെന്ന് ചോദിച്ചു, ഡയറക്റ്റ്ലി പോയി ചോദിച്ചു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ചടപടയെന്ന് എൻ്റെ ഡെലിവറി കഴിഞ്ഞു. വേഗം കണ്ണ് അടച്ചു തുറക്കുന്നതിന് മുമ്പ് എൻ്റെ ഡെലിവറി കഴിഞ്ഞു. അങ്ങനെ കുട്ടീനെ എടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് വെയിറ്റ് കുറവ്, വെയിറ്റ് മുമ്പേ ഉണ്ടായില്ലല്ലോ, അപ്പോൾ വെയിറ്റ് കുറവ്. നേരെ NICU കൊടുത്തു, മറ്റേ കയ്യിലൊന്നും കൊടുത്തില്ല, നേരെ NICU വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ഈ 8 മന്തിന്റെ പകുതിയായപ്പോൾ തൊട്ട് എൻ്റെ കാലുമ്മ നീരുണ്ട് കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. കാലുമ്മ നല്ല നീരുണ്ട്. നല്ല നീരെന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ അത്രയും നീര് ഒരു പ്രഗ്നന്റ് ലേഡീസിന്റെ കാലുമ്മ കണ്ടിട്ടില്ല, അതുമാതിരി നീരുണ്ട്. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു അത് എന്തായാലും ഇത് കഴിയുമ്പോൾ, ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മ പോന്നിട്ടില്ല, ഹോസ്പിറ്റലിൽ തന്നെ 7-ാം തീയതി ഡെലിവറി കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ തന്നെ
ഹോസ്പിറ്റലില് അപ്പോൾ എനിക്ക് കുഞ്ഞിനെ ചെന്ന് കാണാനോ അല്ലെങ്കിൽ എടുക്കാനോ എനിക്ക് പറ്റില്ല. കാരണം സിസേറിയൻ ആയതുകൊണ്ട് മുറിവുണ്ടല്ലോ. അപ്പോൾ അത് ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ നടക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ കാണുന്നില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് എല്ലാ ദിവസവും നോണം പോയി രാവിലെ എന്നെ കാണും, രാവിലെയും വൈകിട്ടും കാണും. എനിക്ക് മാത്രം കാണാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഒരു സങ്കടവും ഉണ്ട്. എന്നാ കുഴപ്പമില്ല, എന്തായാലും നമ്മുടെ അടുത്തൊക്കെ തന്നെയാണല്ലോ എന്ന് കരുതി ആശ്വസിച്ചിരുന്നു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞവര് എന്താണ്, കുഞ്ഞിനെ ഒന്ന് എടുത്ത് കുറച്ചു നേരം നമ്മുടെ നെഞ്ചത്തൊക്കെ ഇങ്ങനെ കിടത്താനായിട്ട് അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നപ്പോ അവർ പറഞ്ഞു, അയ്യോ കാലുമ്പോ നല്ല നീരുണ്ടല്ലോ, അപ്പൊ ബുദ്ധിമുട്ടായിരിക്കില്ലേ? കുഴപ്പമില്ല, നാളെ തൊട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അതിന് ഞാൻ വീണ്ടും പോയി. പിന്നെ പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ കണ്ടു. ഞാൻ എൻ്റെ നെഞ്ചത്ത് ഇങ്ങനെ വെച്ച് കുറച്ചു നേരം നമ്മൾ ആ ഹീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ആ ചൂട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കുറച്ചു നേരം. അപ്പൊ അന്നാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ കുഞ്ഞിനെ തന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 2-3 ദിവസം, ഏകദേശം 7 ദിവസമായിട്ടേ കിടന്നു എന്നാണ്. 7 ദിവസമായിട്ടേ കിടന്നു. 7-ാം തീയതി കഴിഞ്ഞ് 15-ാം തീയതി ആയിട്ടാണ് ഡിസ്ചാർജ് ചെയ്ത് പോന്നത്. അപ്പോഴും എനിക്കത് കഴിഞ്ഞിട്ടും മറ്റേ ശ്വാസം മുട്ട് ഉണ്ടായിരുന്നു. അതായത് കടന്നു കഴിയുമ്പോൾ എനിക്ക് കുറച്ചു നേരം കടന്നു കഴിയുമ്പോൾ ശ്വാസം കിട്ടില്ല. അപ്പൊ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റിരിക്കും. ഇത് തന്നെ പ്രഗ്നൻസി ടൈമിലുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനത് ഡോക്ടറിനോട് പറഞ്ഞെങ്കിലും എനിക്ക് എൻ്റെ ഡോക്ടർ ഉണ്ടായില്ല, പകരം വേറെ ഡോക്ടറാ വന്നിരുന്നേ. അപ്പൊ നമ്മള് ചെക്ക് ചെയ്യാൻ രാവിലെ ഒക്കെ വരുമല്ലോ. അപ്പൊ ആ ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു, വീട്ടിൽ വന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഇത് കഴിഞ്ഞിട്ടാണ് എൻ്റെ സെക്കൻഡ് ബർത്തിനെ കുറിച്ച്. അപ്പോൾ എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ആകെ എനിക്ക് വന്ന ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറയുന്നത്, 1 ഉറക്കക്കുറവ്, 2 ഈ വൊമിറ്റിംഗ്, തളർച്ച, 3 കാലുമ്മ നീര്, പിന്നെ ശ്വാസം മുട്ട്. അപ്പൊ ഈ ശ്വാസം മുട്ട് പറയുമ്പോൾ, ശ്വാസം മുട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, നമ്മുടെ യൂട്രസ് വലുതാവുമ്പോൾ ഡയഫ്രം ഞെരുങ്ങുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനത് അതിന്റെ വഴിക്ക് വിട്ടു. അത് കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാലുമേലത്തെ നീരും മാറുന്നില്ല, എനിക്ക് ശ്വാസം മുട്ടും മാറുന്നില്ല. കിടന്നു കഴിഞ്ഞ് അപ്പൊ തന്നെ എനിക്ക് കിടന്നു കഴിഞ്ഞാൽ, ഒരു സൈഡ് കിടന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പൊ തന്നെ ശ്വാസം മുട്ടും. ഞാൻ വേഗം ചാടി എഴുന്നേക്കും, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല. അപ്പോ അങ്ങനെ വന്നപ്പോ ഡിസംബർ 22-ന് ഇപ്പൊ തൊട്ടാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രഗ്നൻസി പ്രോബ്ലം തുടങ്ങുന്നത് കേട്ടോ. ഡിസംബർ 22-ന് നമ്മുടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രിയിൽ നമ്മൾ ചെന്നിട്ട് ഡോക്ടറിനോട് ഇങ്ങനെ കാര്യം പറഞ്ഞു, എൻ്റെ കാലിന് നീര്, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഡിസംബർ 7-നാണ് പ്രഗ്നൻസി കഴിഞ്ഞത്, പക്ഷെ കാലിന്മേലത്തെ നീരും മാറുന്നില്ല, എനിക്ക് ശ്വാസം മുട്ടുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടർ വേഗം പറഞ്ഞു ഒരു ECG എടുക്കാൻ പറഞ്ഞു. ശരി, ECG എടുക്കാം എന്ന് പറഞ്ഞു. ECG എടുത്തു. ECGയില് ഞാൻ നോക്കുമ്പോൾ ECG എടുത്തിട്ട് നേഴ്സ് ഓടുന്നു, ഡോക്ടറിന്റെ അടുത്തേക്ക് ഓടുന്നു. അതിന് ഡോക്ടറെ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു എന്നോട് എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ഈ വഴിക്ക് തന്നെ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു, ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ കുഞ്ഞ് വീട്ടിലാണ്, അപ്പോ കുഞ്ഞിനെ അടുത്ത് അമ്മേനെയും കൂട്ടി പോവാന്ന് പറഞ്ഞപ്പോ പറ്റില്ല, എന്തായാലും ഇപ്പൊ തന്നെ പൊക്കോളാൻ പറഞ്ഞു. ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട്, അപ്പൊ ബൈക്കിന് പോകാൻ പറ്റുമോ എന്ന് വെച്ചപ്പോ പറ്റില്ല, ബൈക്കിന് പോവണ്ട, ഓട്ടോന് പോയാൽ മതി എന്ന് പറഞ്ഞു. ഓട്ടോനോ കാറിനോ വെച്ചാൽ പോകാൻ പറഞ്ഞു. നമ്മൾ ഓട്ടോ വിളിച്ച് നേരെ ചെന്നു. അപ്പോൾ കുഞ്ഞ് വീട്ടിലാണ്, ഞാൻ ഫീഡും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ വരുമെന്ന് അറിയില്ലല്ലോ. അപ്പൊ കുട്ടിക്കുള്ള പൊടിയും ഇല്ല, നമ്മ ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ടുള്ള മിൽക്ക് പൗഡറും ഇല്ല. അങ്ങനെ അനിയനെ വിട്ട് വേഗം പോയി അത് വാങ്ങിപ്പിച്ചു. ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഫിസിഷ്യനെ കണ്ടു. ഫിസിഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കാലുമ്പ് നീരുണ്ട്, ഇങ്ങനെ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഡോക്ടർ ഞങ്ങളവിടെ കാണിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞുകൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നമുക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് കാർഡിയോളജിസ്റ്റിനെ ഒന്ന് കാണാൻ പറഞ്ഞു.
ശരി എന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് ടെൻഷൻ തുടങ്ങി. കാർഡിയോളജിസ്റ്റിനെ കാണുന്ന രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളും ഉണ്ടോ എനിക്കെന്നുള്ളത് എനിക്ക് സങ്കടവും വന്നു, കരച്ചിലും തുടങ്ങി. എന്താ എന്താ എന്തിട്ടാണെന്നറിയാണ്ട് ഒരു സമാധാനമില്ല. ഈ സ്ഥിതിയിൽ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സമാധാനമില്ല. അങ്ങനെ കാർഡിയോളജിസ്റ്റിനെ കണ്ടു. കാർഡിയോളജിസ്റ്റ് എക്കോ എടുത്തു. എക്കോ എടുത്തു കഴിഞ്ഞപ്പോൾ എക്കോ എടുത്ത ചേച്ചിയും ഭയങ്കര അത്ഭുതത്തോടുകൂടി. അപ്പം അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പ്രഗ്നൻസി കഴിഞ്ഞതാണ്, ഡിസംബർ 7-നായിരുന്നു പ്രഗ്നൻസി. അപ്പോൾ വേഗം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ ചെക്ക് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് എന്നെയും ഹസ്ബൻഡിനെയും വിളിച്ചു, സംസാരിച്ചു. എന്നോട് പറഞ്ഞു, ഇത് റയറായിട്ട്, വളരെ റയറായിട്ട് പ്രഗ്നന്റ് ലേഡീസിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് പെരിപ്പാട്ടം കാർഡിയോമയോപ്പതി എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഹാർട്ട് ഫെയിൽ ആവും, പമ്പിങ് ഉണ്ടാവില്ല, പമ്പിങ് കുറയും. ഹാർട്ടിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള ബ്ലഡ് ഫ്ലോ, അത് പമ്പ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കുറയും. അപ്പോൾ അത് വളരെ റയറായിട്ടാണ് വരുന്നത്. പക്ഷെ ചിലവർക്ക് ഇത് മാറും, പൂർണ്ണമായിട്ടും മാറും കുറച്ച് നാൾ കഴിയുമ്പോൾ. ചിലവർക്ക് ഇത് അങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ദൈവമേ, ചിലവർക്ക് എന്ന് പറഞ്ഞു, എന്നാൽ എല്ലാവരെയും മാറില്ലെന്ന് പറഞ്ഞു. വീണ്ടും ടെൻഷൻ തുടങ്ങി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കാലുമേലത്തെ നീര് കുറയാനപ്പോൾ പുള്ളി എനിക്ക് 2 ടാബ്ലറ്റ് തന്നു. 2 ടാബ്ലറ്റും തന്നു. വാട്ടർ ലിമിറ്റ് ചെയ്യാൻ പറഞ്ഞു. അതായത് ധാരാളം വെള്ളം കുടിക്കരുത്, 1.5 ലിറ്റർ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ലിമിറ്റ് പോകാൻ പാടില്ല. അതിൽ കൂടുതൽ ലിമിറ്റ് പോയിട്ടുണ്ടെങ്കിൽ ഹാർട്ട് ബാക്ക് പമ്പ് ചെയ്യും. അപ്പോൾ വീണ്ടും ലങ്സിലും നമ്മുടെ ശരീരത്തിന്റെ ഓരോ സ്ഥലത്തും പോയിട്ട് വെള്ളം കെട്ടും, അപ്പോൾ നീര് വരും. അപ്പൊ അങ്ങനെ പറഞ്ഞ് വിട്ടു. അപ്പോൾ ഹാർട്ട് ഫെയിലാണ്, പക്ഷെ ഇത് മാറുമെന്ന് പറഞ്ഞാലും നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. ഹാർട്ടിനൊക്കെ പ്രോബ്ലം വരാന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ്, ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അത് കഴിഞ്ഞ് പുള്ളി മരുന്ന് തന്നത് ഞാൻ പിറ്റേ ദിവസം തൊട്ട് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കാലുമേലത്തെ നീരൊക്കെ മാറി തുടങ്ങി. കാലുമേലത്തെ നീര് മാറി, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ കിടന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡ് കിടക്കുമ്പോൾ എനിക്ക് ഹാർട്ട് അടിക്കുമ്പോൾ വേദന എടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ മെഡിസിൻ എടുക്കുന്നുണ്ടല്ലോ. പുള്ളി 40 ദിവസം കഴിഞ്ഞിട്ട് ചെല്ലാനാ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് കുഞ്ഞിനെ കാണിക്കാനായിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിനെ കാണിക്കാൻ ചെന്നു. അപ്പോൾ ഞാനിങ്ങനെ ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞു, ഇങ്ങനെ പെരിപ്പാട്ടം കാർഡിയോമയോപ്പതിയുടെ ഉണ്ട്, അതായത് ഹാർട്ട് ഫെയിലിയർ കാണിക്കുന്നുണ്ടെന്ന് കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാണോ, അപ്പോൾ ഒന്ന് ഡോക്ടറിനെ കറക്റ്റായിട്ട് കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലുമേലത്തെ നീര് കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു. ഇത്രയും നീരോ കാലുമെന്നുള്ള രീതിയിലായിരുന്നു. അതായത് ഞാൻ മെഡിസിൻ എടുത്ത് കഴിഞ്ഞപ്പോഴായിരുന്നു അത് കുറഞ്ഞു വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം ലിമിറ്റ് ചെയ്തല്ലോ, 1.5 ലിറ്റർ. ഞാൻ ധാരാളം വെള്ളം കുടിക്കുന്ന ആളായിരുന്നു. പെട്ടെന്ന് 1.5 ലിറ്റർ ആക്കിയപ്പോൾ അതിൻ്റെതായ പ്രോബ്ലംസ് വരാൻ തുടങ്ങി. പെട്ടെന്ന് ഒരു ദിവസം, അതായത് അതിന് മുമ്പ്, അതായത് ജനുവരി 2024 ഫസ്റ്റ് വീക്ക് തൊട്ട് എനിക്ക് ഇവിടെ നെഞ്ചൊക്കെ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. വേദന എന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള വേദന. അപ്പോൾ ഞാനിങ്ങനെ അനിയത്തിനോട് പറയും, ഒന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് തിരുമ്മിത്താ എന്നൊക്കെ പറഞ്ഞ് അവളെ കൊണ്ട് തിരുമ്മിക്കും. തിരുമ്മിച്ച് കഴിയുമ്പോൾ കുറച്ചൊരാശ്വാസം ഉണ്ടാവും. വീണ്ടും കുറച്ചേരം കഴിയുമ്പോൾ വീണ്ടും വരും. അപ്പം ഞാനിങ്ങനെ ഞാൻ സ്വയം വിചാരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ കുട്ടിക്ക് ഫീഡ് ചെയ്യുമ്പോൾ, വെളുപ്പിനൊക്കെ ഇരുന്നൊക്കെ ഫീഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മടിയായിട്ട് കസേരമിരിക്കാണ്ട് ബെഡുമ്മ തന്നെ ഇരുന്ന് കൊടുക്കും. അപ്പം ഞാനിങ്ങനെ കൂടി ഇങ്ങനെ ഇരുന്ന് കൊടുക്കാറുണ്ട്. അപ്പം ഇനി അതിൻ്റെ ആയിരിക്കും എന്ന് കരുതിയിട്ട് അങ്ങനെ അതും വെച്ചുകൊണ്ടിരുന്നു. ഞാൻ അതിൻ്റെ ആയിരിക്കും ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതും വെച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്ക് വേദന വരുമ്പോൾ തിരുമ്മും, അങ്ങനെയായി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 12-ാം തീയതി 12, 11 ആകെ ഭയങ്കര തളർച്ച, ഭയങ്കര ഇതും വൊമിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിച്ച് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ഛർദ്ദിച്ചളയും. അതും ഛർദ്ദിച്ചളയും ചെയ്യും. പിന്നെ എന്താണ്, ഈ നമ്മൾ ലൂസ് മോഷനും ഉണ്ട്.
അങ്ങനെ 12-ാം തീയതി ഞാൻ 11-ാം തീയതി പോയി, വീണ്ടും ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി. അപ്പൊ എന്നോട് ചോദിച്ചു ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറഞ്ഞു പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ പെരുപ്പാട്ടം കാർഡിയോമയോപ്പതി എന്നാണ് പറഞ്ഞത്, അത് മാറും എന്ന് പറഞ്ഞപ്പോ അവര് ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവരെനിക്ക് ഗ്ലൂക്കോസ് ഭയങ്കര ക്ഷീണമായതുകൊണ്ട് ഗ്ലൂക്കോസ് ഒക്കെ കയറ്റി കുറച്ചു നേരം ഇവിടെ കിടത്തി. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ നടന്നു കഴിയുമ്പോൾ എനിക്ക് ഒട്ടും പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെ നിൽക്കാണ്, എനിക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വല്യമ്മേനെ ഞാൻ വിളിച്ചു. അപ്പൊ വല്യമ്മേനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് ഒട്ടും വയ്യാന്ന് പറഞ്ഞു. അപ്പൊ വല്യമ്മ പറഞ്ഞു നീ ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ ഇത്രയും വയസ്സായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ല, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നിട്ടും അതൊന്നും ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞിരിക്കുന്നില്ലല്ലോ, നീ ഇങ്ങനെ പറയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. അപ്പൊ വല്യമ്മ നേരെ ഹസ്ബൻഡിനോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു, ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല വല്യമ്മ ഹസ്ബൻഡിനോട് പറഞ്ഞു അവിടെ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിക്കാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ കാണിക്കാന്ന് പറഞ്ഞു. കൊണ്ടുപോയി. അപ്പൊ അമ്മയും കുഞ്ഞും വന്നു, ഹസ്ബൻഡും അനിയനും ഉണ്ട്. അങ്ങനെ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ പ്രഷർ നോക്കി കഴിഞ്ഞപ്പോൾ പ്രഷർ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നു. പ്രഷർ നോർമൽ അല്ല, പക്ഷെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെന്നോട് എന്നെ കുറച്ചു നേരം എമർജൻസി ICU ആണെന്ന് തോന്നുന്നു, ICUയിൽ കുറച്ചു നേരം കിടത്തിയിട്ട് നമുക്ക് പ്രഷർ ഒന്ന് നോക്കാം, കൺട്രോൾ ആവുന്നുണ്ടോ നോക്കാം. പക്ഷെ ആയില്ല. അങ്ങനെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് റൂം എടുത്തു, അഡ്മിറ്റ് ആക്കി. 12-ാം തീയതി അഡ്മിറ്റ് ആക്കി. 12, 13, അതായത് വയ്യ, ഒട്ടും വയ്യ. നെഞ്ചുവേനൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോഴും നെഞ്ചുവേന എടുക്കുന്നുണ്ട്, തളർച്ചയുണ്ട്, ലൂസ് മോഷൻ ഉണ്ട്. പിന്നെ 12 കഴിഞ്ഞ് 14-ാം തീയതി തൊട്ട് യൂറിന്റെ കളറ് മാറി തുടങ്ങി. യൂറിനിൽ റെഡ് കളറായി, അതായത് ബ്ലഡ് വന്നു തുടങ്ങി. 14-ാം തീയതി രാത്രി ആയപ്പോൾ എനിക്ക് പറ്റുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ ഡോക്ടറെ കാണിക്കുന്നു പറഞ്ഞ ഡോക്ടറെ വിളിക്കുന്നു പറഞ്ഞിട്ട് ആകെ ബഹളാക്കി. അങ്ങനെ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തപ്പോൾ പ്രശ്നമാണ്. എന്നെ നേരെ ICU കൊണ്ടുപോയി. ICUയിൽ കയറ്റി കഴിഞ്ഞിട്ട് അവര് എൻ്റെ പ്രഷർ നോക്കി, എന്നെ മോണിറ്റർ ചെയ്തു. പ്രഷറൊക്കെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് അവര് അപ്പോൾ മെഡിസിൻ സീരിയസ് കണ്ടീഷനാണ്. അപ്പോൾ മെഡിസിൻ എനിക്ക് സാധാരണ നമ്മുടെ കൈമൊക്കെ ഇട്ട് കണ്ടിട്ടുള്ളൂ, ക്യാനുല ഇട്ട് കണ്ടിട്ടുള്ളൂ. അപ്പം എന്നോട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇവിടെ ക്യാനുല ഇടണം, അപ്പോൾ പെയിൻ ഉണ്ടാവും, അനങ്ങരുത് എന്ന് പറഞ്ഞു. ഓക്കെ, പേടിച്ചിട്ടാണ് അതൊക്കെ പറയുന്നേ. ഓക്കെ ചെയ്തു, എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് തന്നെ രക്ഷപ്പെടുത്തും. അപ്പൊ എന്നെ ICUയിൽ കയറ്റിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പന്തികേട് എനിക്ക് സ്വയം തോന്നിയിട്ട് ഞാൻ നേഴ്സിനോട് ചോദിച്ചു ഞാൻ ഇവിടുന്ന് ജീവനോടെ പോവുമോ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു അതിന് മോക്കൊരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല, പേടിക്കാണ്ടിരിക്കേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ കുഞ്ഞൊക്കെ അല്ലേ, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവരെന്നെ വീട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരെന്നെ റിലാക്സ് ചെയ്യിച്ചു. അത് കഴിഞ്ഞ് ഡോക്ടർ വന്നു. ഇവിടെയാണ് ക്യാനുലാണോ കത്തീറ്ററാണോ? ക്യാനുല ഇട്ടു. എൻ്റെ പൊന്നെ, അത് കുത്തി കയറ്റിയിട്ട് ഞാനപ്പോൾ കയറ്റിയതിൽ ഞാനൊന്ന് ഷെയ്ക്കായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അനങ്ങല്ലേ, പിള്ളേർ തമിഴനായിരുന്നു. അപ്പോൾ അനങ്ങല്ലേ അനങ്ങാണ്ട് കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ അനങ്ങാണ്ട് കിടന്നു. പുള്ളി കറക്റ്റായിട്ട് വെയിലിട്ടു. അങ്ങനെ മെഡിസിൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രഷർ കൺട്രോളിൽ വരാൻ തുടങ്ങി. താഴേക്ക് പോയത്, അതായത് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നോർമലായി വന്നു. അപ്പോൾ ഇത് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുറത്ത് ഡോക്ടർ പറയുന്നുണ്ട്, പുറത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ ICUയിൽ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഹസ്ബൻഡിനോട് പറഞ്ഞു
50% ചാൻസ് ഉള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര സീരിയസ് ആണ്, നമുക്ക് 50% ചാൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും ഞാൻ അറിയുന്നില്ല, ഞാൻ ഹോസ്പിറ്റൽ വൈസിന്റെ ഉള്ളിൽ കിടക്കാം. അപ്പൊ എനിക്ക് പേടിയുണ്ട്, താൻ എന്നാ കുഴപ്പമൊന്നുമില്ല, ശരിയാവും എന്നുള്ളൊരു രണ്ട് മൈൻഡിലാണ് ഞാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് 14 കഴിഞ്ഞു. 14 രാത്രി ഇതൊക്കെ കഴിഞ്ഞു. അപ്പോഴും അവിടുത്തെ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ലീവായിരുന്നു. അപ്പൊ പുള്ളി 15 വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവിടെ എന്നെ അഡ്മിറ്റ് ആക്കാനും കാരണം കാർഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്, പിന്നെ ഈ ഇഷ്യൂസും വന്നുകൊണ്ടാണ്. അപ്പോൾ 50% ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പുറത്ത് ആകെ ബഹളാക്കി, എന്ത് ചെയ്യുന്നായി പോയി. അപ്പൊ ഞാനകത്ത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു മൈൻഡിൽ ഞാനിരിക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആള് എന്നെ വന്ന് കാണുന്നുണ്ട്. കാണുമ്പോൾ പുള്ളിയുടെ മുഖത്തൊരു ഭാവവ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല, പുള്ളി ഓക്കെയാണ്. അപ്പൊ ഞാനും ഓക്കെ. പിറ്റേ ദിവസം രാവിലെ എത്തിയപ്പോൾ എന്നോട് ചേച്ചി, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വന്ന് എന്നോട് ചോദിച്ചു, മീനു ഇവിടെ ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു രാത്രിയിലത്തെ നേഴ്സുമാരുടെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അല്ല നിനക്ക് മാറണോ, നിനക്ക് ഇവിടെ കുഴപ്പമുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീ പറ, നമുക്ക് ഹോസ്പിറ്റലിൽ മാറാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമൊന്നുമില്ല, ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് അവള് വന്നു. അവള് ഡോക്ടറാണ്. അപ്പൊ അവള് കയറി കണ്ടു കഴിഞ്ഞപ്പോ അവളും എന്നോട് ചോദിച്ചു നമുക്ക് ഹോസ്പിറ്റലിൽ മാറാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തലേദിവസം രാത്രിയിലത്തെ നഴ്സുമാരുടെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. എനിക്ക് അവിടെ തന്നെ കിടക്കാനാണ് തോന്നിയത്. പക്ഷെ പിറ്റേ ദിവസം രാവിലത്തെ നഴ്സുമാരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞു ഒന്ന് മാറാം, നമുക്ക് ഇവിടെ നിന്ന് മാറാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നെ അവിടെ നോക്കുന്ന ഐസിന്റെ ഉള്ളിലുള്ള ഡോക്ടർമാര് അവിടെ കടന്ന് പറയുന്നുണ്ട്, ഇതിന്റെ റിസ്ക് എത്രത്തോളം അറിയില്ല, ഇവര് എങ്ങനെയാ ഇങ്ങനെ മാറ്റാൻ തീരുമാനിച്ചത് എന്താണെന്ന് അറിയില്ല, കാർഡിയോളജിസ്റ്റ് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കിടന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവര് പറഞ്ഞു MRI എടുക്കണമെങ്കിൽ നമുക്ക് ജൂബിലി മിഷൻ, തൃശ്ശൂർ ജൂബിലി മിഷനിൽ പോണം. അപ്പൊ അത്രയും ട്രാവല് ബുദ്ധിമുട്ടാണ്, ഒരു ഉറപ്പുണ്ടാവില്ല, ആ ടൈമിൽ ഒരു ഉറപ്പും തരാൻ പറ്റില്ല, അതുകൊണ്ട് അതും ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഈവനിങ് ആയിപ്പോഴാണോ, ഉച്ച കഴിഞ്ഞപ്പോ ഡോക്ടർ വന്നു, കാർഡിയോളജിസ്റ്റ് വന്നു, ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കയ്യിൽ ഓരോ ഞരമ്പുമ്പോ എന്തോ കുത്തി പുള്ളി ഇതിനെ പരിശോധിച്ചു, എക്കോ എടുത്തു. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ പുള്ളി ലാസ്റ്റ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലെത്തി, എനിക്ക് കാർഡിയോജനിക് ഷോക്ക് സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ റിസ്ക് ആണ്, വളരെ സീരിയസ് ആണ് എന്നൊരു തീരുമാനത്തിൽ അവസാനം എത്തി. അപ്പോഴേക്കും പുറത്ത് അവർ തീരുമാനിച്ചു ഇത്രയും പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുക, ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യുക. അങ്ങനെ 2 ഹോസ്പിറ്റലിലാണ് അഭിപ്രായം വന്നത്. ഒന്ന് അമൃത ഹോസ്പിറ്റല്, 2 ആസ്റ്റർ. അമൃത ഹോസ്പിറ്റലിലേക്ക് മെയിൽ അയച്ചു, ആസ്റ്ററിലേക്ക് മെയിൽ അയച്ചു. അമൃത ഹോസ്പിറ്റൽ റെസ്പോണ്ട് ചെയ്തില്ല. ആസ്റ്ററില് വിത്തിൻ 4 മിനിറ്റ്സിൽ അവര് റെസ്പോണ്ട് അയച്ചു, എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ നടന്നത് ICUയിൽ നടന്നതൊരു എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എന്നെ ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ എല്ലാവരും അതിനുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്താൻ തുടങ്ങി. അപ്പൊ എനിക്ക് നേരെ തല പൊന്തിയല്ലാണ്ട് നേരെ കിടത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അപ്പൊ ഇത് എന്തായാലും അവർക്കറിയാലോ, നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും അറിയാം ശ്വാസം മുട്ടും എന്നുള്ളത്. അവരെനിക്ക് ഓക്സിജൻ മാസ്ക് ഒന്നും തന്നില്ല. അവരെന്നെ നേരെ ഐസിന്റെ പുറത്തേക്ക് ഇറക്കി, ബെഡ് താഴ്ത്തി ഐസിന്റെ പുറത്തേക്ക് ഇറക്കി. ഐസിന്റെ പുറത്ത് ഇറക്കിയതും ഞാൻ മറ്റേ ബഹളം, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബഹളമായിരുന്നു. വേഗം തിരിച്ചെന്നെ ഐസിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് അവരെനിക്ക് ഓക്സിജൻ മാസ്ക് തന്നു. അവരെന്താ മറന്നു പോയതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓക്സിജൻ മാസ്ക് തന്നു. ഞാൻ ഓക്സിജൻ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വെച്ചിട്ട് അപ്പം തന്നെ മാറ്റുന്നത്. പക്ഷെ അവർ പറഞ്ഞു ഇല്ല മാറ്റാൻ പറ്റില്ല, വെക്കാൻ പറഞ്ഞു. അങ്ങനെ വേഗം ഷിഫ്റ്റ് ചെയ്യണമല്ലോ, വേഗം അതൊക്കെ വെച്ച് ഓക്സിജൻ മാസ്ക് ഒക്കെ വെച്ച് നേരെ എന്നെ കയറ്റി, ആംബുലൻസ് കയറ്റി. അപ്പം എൻ്റെ കസിൻ സിസ്റ്ററാണ് എൻ്റെ കൂടെ വന്നത്, 2 നേഴ്സ് എന്തോ ഉണ്ടായിരുന്നു. അങ്ങനെ കയറി അവിടെ നിന്ന് വണ്ടി എടുത്ത് കുറച്ച് നീങ്ങിയപ്പോൾ
അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര റിസ്ക് ഉള്ള കാര്യമാണ് ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. വണ്ടി എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൾസ് ഫുൾ പോയി. എൻ്റെ ചേച്ചി പറയുന്നത് വെച്ചാൽ ചേച്ചി തീരുമാനിച്ചു പോയി, കംപ്ലീറ്റ് പോയി, കയ്യിൽ നിന്ന് പോയി എന്ന് ചേച്ചി ഉറപ്പിച്ച് ചേച്ചിക്ക് അറിയാൻ തുടങ്ങി. ഇതൊക്കെ ഞാൻ അറിയുന്നത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് അറിയാൻ തുടങ്ങി. ചേച്ചി വലിയ ആകെ കൊളാക്കി. അപ്പം നേഴ്സ് പറഞ്ഞു കാലും അടിക്കാൻ പറഞ്ഞു. കാലും അടിച്ചപ്പോൾ കാലും കണ്ടിന്യൂസ് അടിക്കാൻ പറഞ്ഞു. അങ്ങനെ അടിച്ചടിച്ചടിച്ച് പൾസ് വന്നു, ബോധം തിരിച്ചു വന്നു. അപ്പൊ എനിക്ക് ഈ പൾസ് പോയതോ ബോധം പോയതോ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഞാനപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഉറങ്ങണം, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ആംബുലൻസിൻ്റെ ഉള്ളിൽ ഇവര് ഭയങ്കര സ്പീഡിലാണല്ലോ പോണെ. ഇത് തല അനങ്ങുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നുണ്ട്. അനങ്ങി കഴിഞ്ഞാൽ പോവോ, തീരുമാനമാവോ എന്നുള്ളൊരു ടെൻഷനും കൂടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ തല എന്ന് പറഞ്ഞപ്പോൾ ഒരു നേഴ്സ് തല ഇങ്ങനെ പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഉറങ്ങല്ലേ, ഇപ്പം എത്തും എന്ന് പറഞ്ഞു. കുറേ നേരം പിടിച്ചു. ഞാൻ ചോദിക്കുന്നുണ്ട് എത്തിയോ എന്ന് വെച്ചപ്പോൾ ഇപ്പം എത്തും എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മയങ്ങി പോകുമ്പോൾ ചേച്ചി അപ്പോഴേക്കും എൻ്റെ കാലും പിടി. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ എത്താറായപ്പോൾ എത്താറായി എന്ന് തോന്നുന്നു. ഞാനിങ്ങനെ ചോദിച്ചു ഞാൻ ഉറങ്ങിക്കോട്ടെ, ഒരു കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചോട്ടെ വന്നപ്പോൾ അവർ പറഞ്ഞു കണ്ണടച്ചോ, ഇപ്പം എത്തും, ഏകദേശം എത്താറായി, അപ്പോൾ കണ്ണടച്ചോളാൻ പറഞ്ഞു. അങ്ങനെ കണ്ണടച്ചു. അപ്പോൾ തന്നെ എത്തുകയും ചെയ്തു. വേഗം എന്നെ എമർജൻസി ഇതിലേക്ക് മാറ്റി.